ഓർക്കില്ല കിടക്കുമെന്ന് നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്. നമസ്കാരം. ഷഹബാസിന്റെ സുഹൃത്തായ അൻസിബിന്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊക്കെ എന്തുമാത്രം വിഷമമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അൻസിബിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്നിച്ച് കൂടെ കൂടി നടന്ന് തോളിൽ കൈയിട്ട് എവിടെ പോയാലും ഒന്നിച്ചു പോയിക്കൊണ്ടിരുന്ന അവന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതായപ്പോൾ ഉൾക്കൊള്ളാനാകുന്നില്ല. SLC എക്സാമിൻ്റെ ടൈമാണ്. പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ എല്ലാം പോയി. യാതിലും ഒരു താല്പര്യമില്ല. ആകെ ആള് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് അവൻ്റെ അവസ്ഥയാണ്. അവർ തമ്മിൽ അത്രത്തോളം അടുപ്പമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആളായിട്ടാണ് എനിക്ക് ഈ കൂട്ടുകാരനെ തോന്നിയത്. അവൻ്റെ ജീവിതത്തിൽ അത്രയും സ്ഥാനമുണ്ടായിരുന്നു ഷഹബാസിന്. എപ്പോഴും ചോദിക്കുമായിരുന്നു, എനിക്കൊരു പാട്ട് പാടിത്തരാമോ? എവിടെ പോയാലും ബൈക്കിൻ്റെ പുറകിലിരിക്കുമ്പോൾ ഷഹബാസ് ചോദിക്കുമായിരുന്നു, എടാ ഒരു പാട്ട് പാടിത്തരാമെന്ന്. അപ്പോഴെല്ലാം ഈ കൂട്ടുകാരന് അവന് വേണ്ടിയിട്ട് പാട്ട് പാടി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇവൻ പാട്ട് പാടിയതും ഷഹബാസിന് വേണ്ടിയിട്ടാണ്. അവൻ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ആ പയ്യൻ്റെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. അവൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ എനിക്ക് അത്രയും വിഷമമായിപ്പോയി ആ മോൻ്റെ വർത്താനം. കാരണം സങ്കടം ഉള്ളിലൊതുക്കിയാണ് സംസാരിക്കുന്നത്. അവനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അപ്പം കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അവൻ്റെ ഉമ്മ പറയുന്നുണ്ട്, പരീക്ഷയ്ക്കൊന്നും പഠിക്കുന്നില്ല, ആകെ ആള് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ ചെയ്യും? ഇപ്പം പെട്ടെന്നൊരു നിമിഷത്തിൽ തൻ്റെ കൂട്ടുകാരനെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. തൻ്റെ കൂട്ടത്തിൽ ബൈക്കിൻ്റെ പുറകിൽ ഇരുന്ന് പോകാൻ അവനില്ല, എനിക്ക് പാട്ട് പാടിക്കൊടുക്കാൻ അവനില്ല, ഇനി കൂട്ടുകൂടി നടക്കാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഒന്നും അവനില്ല. അങ്ങനെ ഉള്ള ഒരു ഇതിലേക്ക് വന്ന സാഹചര്യത്തിൽ അവന് ഇവൻ്റെ വിയോഗം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത അത്രയാ ഒരിതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷഹബാസിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പയ്യൻ മുന്നേ നിൽക്കുന്നത്. അവനായിരുന്നു അതിൻ്റെ മുൻപിൽ നിന്നത്. നമ്മൾ ഷഹബാസിൻ്റെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഷഹബാസിനെ മറവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഷഹബാസേ എന്ന് വിളിക്കുന്ന ആ ഒരു രംഗമുണ്ട്. അത് മനുഷ്യത്വമുള്ള ഒരാൾക്കും ആ ഭാഗം നമുക്ക് കേട്ട് നിൽക്കാനും കാണാനും പറ്റില്ലാത്ത ഒരവസ്ഥയാണ്. അത്രയും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ സ്നേഹവും സങ്കടവും എല്ലാമാണ് ആ നിമിഷം പുറത്തേക്ക് വന്നത്. അവനെ കൊന്നതാ എന്ന് നമ്മൾ പറയുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ കൂടെയൊക്കെ കണ്ണുനീര് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും ഇതായിരുന്നു. അപ്പോൾ ഈ മോൻ പാടുന്ന പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് അത്രയൊരു വേദന ആണ് ആ പാട്ട് കേൾക്കുമ്പോൾ. അവൻ്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. ഇനിയും കാണാൻ പറ്റില്ല, നഷ്ടപ്പെട്ടു പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ്റെ ഒരു അവസ്ഥയാണ് അവൻ അതിലൂടെ പറഞ്ഞേക്കുന്നത്. ഈ ഷഹബാസിൻ്റെ മരണത്തിന് ശേഷം ഷഹബാസിൻ്റെ വീട്ടിൽ പോയി, നേരത്തെയും പോകുമായിരുന്നു, അവിടെ പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഉമ്മയെപ്പോലെ തന്നെയല്ലേ ഷഹബാസിൻ്റെ ഉമ്മയെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കെട്ടിപ്പിടിക്കുകയും കരയുകയൊക്കെ ചെയ്തപ്പം പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല, പെട്ടെന്ന് അവിടുന്ന് പോകുന്നുവെന്ന്. അത്രയും വിഷമമാണ്. ആ ഷഹബാസിൻ്റെ ഇളയങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അനിയന്മാരുണ്ട്, അവർക്കൊക്കെ ഇവനെ പരിചയമാണ്. അന്ന് ഷഹബാസിന് മരണം സംഭവിച്ച ആ ഒരു ഇൻസിഡൻറ്റിൽ ഈ കൂട്ടുകാരനെ അന്ന് മാത്രം വിളിച്ചില്ല, അവൻ അന്ന് മാത്രം എന്നെ വിളിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് കൂട്ടുകാരുകൾ വരും, പക്ഷേ ഷഹബാസിനെ പോലെ ആവുകയല്ലോ, അവനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് ഭയങ്കര സങ്കടം ഉയർത്തുന്ന ഒരു വാക്കുകളാണ്. അതുപോലെ ചില ആളുകൾ, ഇവർക്കൊക്കെ മനുഷ്യത്വം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ കൂട്ടുകാരന് ഷഹബാസിനുമായിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും അതുപോലെ ഈ പാട്ട് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് ഇവന് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കുറേ പേര് അഭിപ്രായപ്പെട്ടു. ഒരിക്കലും ആ പയ്യൻ റീച്ചിന് വേണ്ടിയിട്ടല്ല. അവൻ്റെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് തോന്നിയത്. അവൻ്റെ അത്രയും അടുപ്പമാണ്. ഇല്ലാതായപ്പം അവന് പെട്ടെന്ന് എപ്പോഴും അവൻ്റെ ഓർമ്മകൾ വന്നു, അത് ആ പോസ്റ്റ് ഇട്ടു. അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടല്ല. എന്തിനാണ് ഇതിന് റീച്ച്, അവനില്ലാത്തടത്ത് ഞാൻ എന്തിനാണ് ഇതിന് റീച്ച് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ പയ്യൻ പറയുന്നത്.
ആ സമയത്ത് ഈ കുഞ്ഞിനെ കുത്തി നോവിക്കാനാണ് ചില ആളുകൾ പറയുന്നത്. അവനവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്കും അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന് അന്നേരം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കുടുംബത്തിലുള്ളതായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ അത്രത്തോളം അടുപ്പമുള്ള ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. ഈ പയ്യന് ചെറുപ്പം മുതലേ കൂട്ടുകൂടി എവിടെ പോയാലും ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് വീടുകൾ തമ്മിലുള്ള അതുപോലെ അടുപ്പമായിരുന്നു. അങ്ങനെ ഷഹബാസിൻ്റെ ഉമ്മയും ഉപ്പയും ഈ മോനെയും അതുപോലെ തന്നെ ഷഹബാസിനെ പോലെയാണ് കരുതിയത്. അത്രയും സ്വാതന്ത്ര്യത്തോടെ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവനുമായിട്ടുള്ള അടുപ്പം അത്രയും ഡീപ്പായിരുന്നു. അതുകൊണ്ടാണ് അവൻ അത്രയും ഉൾക്കൊള്ളാൻ കഴിയാൻ പറ്റത്തില്ലാത്തത്. അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അല്ലാതെ റീച്ചിന് വേണ്ടി ഈ സമയത്ത് റീച്ചിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതുമില്ല. ആ കുട്ടിയുടെ വർത്തമാനത്തിൽ തന്നെ അറിയാം. അവന് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ വിങ്ങിപ്പൊട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. അത്രയും ഇപ്പോഴും അതിന് കുറേ ടൈം എടുക്കും, എന്തായാലും കുറേ ടൈം എടുക്കും. കാരണം ചെറിയ മനസ്സാണ്, കുട്ടികളുടെ മനസ്സാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൻ പറയുന്നുണ്ട്, അവനുണ്ടായിരുന്നെങ്കിൽ ഈ പെരുന്നാളും എക്സാമും നോമ്പും എല്ലാം ഒരു ആഘോഷമായി മാറിയേനെ. പക്ഷേ ഇപ്പോൾ അതില്ലാത്തപ്പം ഒന്നും പറ്റുന്നില്ല എന്ന്. SLC എക്സാമാണ് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു കാര്യമാണ് നടക്കുന്നത്. പക്ഷേ അവന് പറ്റുന്നില്ല. കാരണം തൻ്റെ കൂട്ടുകാരനും ഒപ്പം അവിടെ ആ ക്ലാസ് റൂമിൽ ഇരുന്ന് പരീക്ഷ എഴുതി തൻ്റെ കൂടത്തിൽ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി പോകേണ്ട കൂട്ടുകാരനാണ്. പക്ഷേ അവനില്ല. ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ടാണെന്നുള്ള കുറ്റപ്പെടുത്തലുകളൊന്നും ഉണ്ടാകരുത്. ആ ഷഹബാസിന് നീതി കിട്ടുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഷഹബാസിന് നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ മോൻ്റെ ജീവിതം പയ്യെ പയ്യെ പഴയ രീതിയിലേക്ക് വരട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്.